ടോപ്പ് ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയപ്പോൾ മുംബൈ ആരാധകരുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൽ ധോനി എങ്ങനെയാണോ അങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് രോഹിത് ശർമ്മ. മുംബൈ ഇത്ര വലിയ ടീമായി മാറ്റിയതിന് പുറകിൽ രോഹിത് ശർമ്മയുടെ പ്രയത്നമുണ്ട്. വേൾഡ് കപ്പിലെ രോഹിത് ശർമ്മയുടെ മികച്ച പ്രകടനവും ക്യാപ്റ്റൻസിയും ആരാധകർക്കിടയിൽ മികച്ച പ്രതികരണം ഉണ്ടാക്കിയിരുന്നു. ഫൈനലിൽ തോറ്റെങ്കിലും ഇന്ത്യൻ ടീമിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനം വേൾഡ് കപ്പ് ജയിച്ച ടീമിൻ്റെ പ്രകടനത്തേക്കാൾ ഒരു പടി മുകളിൽ തന്നെ. ഫൈനലിലെ തോൽവിയിലും ഇന്ത്യൻ ജനത രോഹിത് ശർമ്മയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ഈ സമയത്താണ് മുംബൈ ഒരു ദാക്ഷിണ്യവും കൂടാതെ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് മാറ്റിയത്. ഇത് ആരാധകരുടെ ഹൃദയം തകർത്തിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ 13.5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസ് പേജ് ഇപ്പോൾ 12.5 മില്യൺ ആയിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അൺഫോളോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ആരാധകർ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ താരത്തെ പെട്ടെന്ന് ഒഴിവാക്കിയത് അദ്ദേഹത്തിനെ അവമാനിക്കുന്ന തുല്യമാണ്. രോഹിത് ശർമ്മ നായകസ്ഥാനം ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൈമാറിയിരുന്നെങ്കിൽ അത് നീതിയായിരുന്നു. ഇത് ഇപ്പോൾ അവമാനിക്കലാണ്. ആരാധകരോഷം അതിരുകടന്ന് ജിയോ സിം ബഹിഷ്കരിക്കൽ വരെ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിമർശനം മാനേജ്മെൻറ്റിനെതിരെ ഉയരുന്നുണ്ട്. ടീമിലെ തന്നെ സീനിയർ താരങ്ങൾക്ക് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് അത്ര പിടിച്ചിട്ടില്ല. സൂര്യകുമാർ യാദവും ബൂംറയും എല്ലാം അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇത് ടീമിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇടയ്ക്കിടെ ടീമിൽ നിന്ന് മാറി പരുക്കലട്ടുന്ന ഹാർദിക് പാണ്ഡ്യയെ എന്ത് വിശ്വസിച്ചാണ് ടീം മാനേജ്മെൻറ്റ് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനാക്കിയെന്നതിന് മാനേജ്മെൻറ്റ് മറുപടി പറയണം. വരുന്ന സീസണിൽ കിരീടം നേടുന്നത് മുംബൈക്ക് അഭിമാന പ്രശ്നമാണ്. കാരണം മുംബൈ ഇന്ത്യൻസിൻ്റെ 5 കിരീടം എന്ന റെക്കോർഡിനൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സും എത്തിയിട്ടുണ്ട്. രോഹിത്തിന് കഴിഞ്ഞ 3 സീസണിലെ പ്രകടനം മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ നായകനെ മാറ്റി കപ്പിലേക്ക് എത്താൻ സാധിക്കുമെന്ന പരീക്ഷണമായിരിക്കാം മുംബൈ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.